ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചപ്പാത്തി ചുടുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഏട്ടന് ലീവാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്തി കൊടുക്കുന്നുണ്ട്, ഏട്ടൻ ചുടുന്നുണ്ട്, ലല്ലുണ്ട്. അപ്പോൾ ലല്ലു ഓരോ ഉരുള കൂട്ടിച്ചെടുത്തുകൊണ്ട് ഓൻ എന്തൊക്കെയോ ഉണ്ടാക്കണം കേട്ടോ. ഫസ്റ്റ് അവന് മിഠായി ഉണ്ടാക്കി, പിന്നെ എന്തൊക്കെയോ വീഡിയോയിൽ കാണുന്ന എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കറിക്ക് ചെറുപയറും കിഴങ്ങും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്. അപ്പോൾ മിക്സിക്ക് കംപ്ലൈൻ്റ് ആണ്, അപ്പോൾ ശരിയാക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മയും അരക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട്, അപ്പോൾ അതൊന്ന് കുറയട്ടെ എന്ന് പറഞ്ഞ് നിൽക്കുകയാണേ. ഇപ്പോൾ നമ്മൾ വിറകടുപ്പിൽ തന്നെ ചുടണം കേട്ടോ. അപ്പോൾ വിറകടുപ്പിൽ ചുട്ടാൽ ആകെ എല്ലാ ഭാഗമൊന്നും വെന്ത് കിട്ടുമല്ലോ വിചാരിച്ച് വിറകടുപ്പിൽ ചുട്ട് എടുക്കാം കേട്ടോ. അങ്ങനെ ലല്ലു എന്തൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എന്താ ഇതിൻ്റെ ഇടയിൽ ആദ്യം എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഓരോ ഉരുള എടുത്തുകൊണ്ട് ആദ്യം എടുത്ത് കൊണ്ടുപോകണ്ടേ. അപ്പോൾ രാവിലെ കുറച്ച് നേരെ വൈകിട്ട് എണീറ്റ് അപ്പോൾ ചപ്പാത്തി ചുട്ട് വെച്ച മക്കൾക്ക് സ്കൂളിലല്ലേ, അപ്പോൾ കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കഴിച്ചോളും. അവർക്ക് ചപ്പാത്തി നല്ല ഇഷ്ടമാണേനും. ചപ്പാത്തി ആയാലും അവർക്ക് നല്ല കറി വേണ്ട, ഒന്നെങ്കിൽ ചിക്കൻ കറി അല്ലെങ്കിൽ ഇതുപോലെ കടലക്കറിയോ ചെറുപയറും കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണം. എന്നാൽ പിന്നെ അങ്ങനെ കഴിച്ചോളും. ഇത് ഞങ്ങൾ എന്താ പറയുക, ഫസ്റ്റ് ഞങ്ങൾ മൈക്കൊക്കെ വെച്ചുകൊണ്ട് വോയിസ് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയില്ല, അപ്പോൾ ഞാൻ ഇങ്ങനെ വോയിസ് ഇട്ടതാണേ. അങ്ങനെ ഞങ്ങൾ ഓരോന്നും പറയണുണ്ട്, പിന്നെ ചപ്പാത്തി പരത്തണുണ്ട്, ചുടണുണ്ട്. ലല്ലു വീഡിയോയിൽ കണ്ട എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാക്കി കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും കുറേ പരത്തിനുണ്ട്, കുറേ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒരു 2-3 ദിവസമായിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണം എന്ന് കരുതി നിൽക്കുകയെന്നല്ലാതെ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും എളുപ്പമുള്ള കടി, മാവോ അല്ലെങ്കിൽ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കും. ഇന്ന് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുകയാണേ. വൈകിട്ട് പിന്നെ ഞങ്ങൾ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും കേട്ടോ. ആട്ടപ്പൊടി ഉണ്ടല്ലോ ഇഷ്ടം പോലെ, അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഇത് പരത്തലും ചുടലൊക്കെ കഴിയുമ്പോൾ കുറച്ച് സമയമാകും. അപ്പോൾ പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഏട്ടനും കൂടിയിട്ട് ഇത് അരച്ചെടുക്കണം. അമ്മയമ്മ മെല്ലെ ഒന്ന് ചതച്ചിട്ടാലും മതി വിചാരിച്ച് കണ്ട് മഴ ചോരട്ടെ വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ. നമ്മളില്ലേ ഈ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കൊണ്ട് തന്നെ ചുടൽ കേട്ടോ. അപ്പോൾ അതൊന്ന് അരിപ്പോണ്ടൊന്ന് അരിച്ചെടുക്കും. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ചെറിയൊരു തരികളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊന്ന് പോയി കിട്ടിക്കോട്ടെ വിചാരിച്ച് അരിച്ചെടുക്കുന്നതാണ്. പിന്നെ ഈ ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ നല്ല കുഴ ശരിയാവണം കേട്ടോ. അപ്പോളെ നല്ല പരത്ത് നല്ലൊരു സുഖം ഉണ്ടാവുള്ളൂ കേട്ടോ. ഇവിടെ പറയണത് എന്താ അറിയോ, ആദ്യം വന്നിട്ട് ഓരോന്നും പറയാണ്ട് എന്നോട് ഓരോന്നും പറയണേ ഞാൻ അങ്ങോട്ട് മറുപടി കൊടുക്കുകയാണ് കേട്ടോ. ഓന് ക്യാമറയ്ക്കൊന്നും വരൂല കേട്ടോ. ഓന് എന്നോട് എന്തെങ്കിലുമൊക്കെ വിട്ട് നിന്ന് പറയാൻ വേണ്ടി നിൽക്കുകയാണേ. അങ്ങനെ മഴയൊന്നും ചോരുന്നില്ല. ഞാൻ എന്താ ഇത് കോട്ടൊക്കെ എടുത്ത് ഇറങ്ങിട്ടോ. അമ്മമ്മക്ക് കുട തിരഞ്ഞപ്പോൾ കുട കാണാനില്ല, എവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലല്ലുവിൻ്റെയൊക്കെ കുട കേട്ടോ. ഞാൻ പെട്ടെന്ന് കോട്ടൊക്കെ ഇട്ട് ഇറങ്ങിട്ടോ. ഇതാകുമ്പോൾ എന്താ അറിയോ, കുട ചൂടൊന്നും വേണ്ടല്ലോ, ആ കോട്ടിട്ട് കണ്ട് പെട്ടെന്ന് അരച്ചെടുക്കാമല്ലോ. അപ്പോൾ മഴ പെയ്യണോണ്ട് അരച്ചെടുക്കണോണ്ട് കേട്ടോ. നാളികേരം ഒന്ന് ചതഞ്ഞ് കിട്ടിയാലും മതി എന്ന് വിചാരിച്ചില്ല, അരവാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇത്രയും